കളിക്കാണ്ട് പഠിക്കട്ടെ കുഞ്ഞുസേ. സാലറി ക്രെഡിറ്റ് ആയിട്ടോ? ആയോ? ആവും, സമാധാനം. ഇന്ന് 10-ാം തീയതി ആയി, 5-ാം തീയതി ക്രെഡിറ്റ് ആവണ്ടല്ലേ സാലറി. ഇതാണ് ഈ പ്രൈവറ്റ് ജോലിയുടെ കുഴപ്പം. സമയത്തിന് സാലറി എത്തൂല അക്കൗണ്ടിലേക്ക്. ഒരു കണക്കിന് 10-ാം തീയതി കിട്ടി നന്നായിടോ. ഇതിപ്പോ 5-ാം തീയതി കിട്ടിയിരുന്നെങ്കിലോ പകുതി പൈസ ഇപ്പോഴത്തേനും തീർന്നുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിലേ നീ വാട്സപ്പ് ഞാൻ പോയി വാങ്ങിട്ട് വരാം. അത് ഞാൻ വാട്സപ്പ് ചെയ്യാം. കഴിഞ്ഞ മാസം വാങ്ങിയില്ലേ ആ സാധനങ്ങൾ മുഴുവൻ ഇപ്രാവശ്യം വാങ്ങണം. പിന്നെ കുഞ്ഞിന് വേണ്ടിട്ടേ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങണേ, ഇവിടെ സ്മാർട്ട് ബസാർ പോയിട്ട്. അത് പറഞ്ഞു, ഞാൻ വാങ്ങിട്ട് തരാം. അത് കുട്ടിന്റെ സെറിലാക്ക് തീർന്നു. അപ്പൊ ഒരു പാക്കറ്റ് സെറിലാക്ക് വാങ്ങണം. പിന്നെ ഡയപ്പർ വാങ്ങണം, വലുതന്നെ നോക്കി വാങ്ങണേ, ലാർജ്. പിന്നെ ഒരു പാക്കറ്റ് കായപ്പൊടി. അല്ലടോ, ഡയപ്പർ ഇത്രയും പെട്ടെന്ന് തീർന്നോ? കഴിഞ്ഞ ആഴ്ചയിൽ വലിയ പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്നത്. 1000 രൂപന്റെ പാക്കറ്റാ, പക്ഷെ വേഗം വേഗം തീരുന്നുണ്ട്. എന്നാലും അത് നല്ലതാട്ടോ. അത് കുഴപ്പമില്ലടാ, ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ. വേറെ എന്തെങ്കിലും വേണമെങ്കിലേ നീ മെസ്സേജ് ചെയ്യ്, ഞാൻ വാങ്ങിട്ട് വരാം. ഐസ്ക്രീം വേണം. ഐസ്ക്രീം വേണോ? പെൻസിൽ പൊട്ടി. പെൻസിൽ എങ്ങനെ പൊട്ടിച്ചോ? കടിച്ചിട്ട്. എപ്പോഴും പറയില്ലേ കടിച്ചങ്ങനെ പൊട്ടിക്കരുതെന്ന്. വാങ്ങിട്ട് വരാം കേട്ടോ. പോരുന്ന് പഠിച്ചു പോട്ടരാ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെൻസിൽ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. 4-5 പാക്കറ്റ് വാങ്ങി തരാൻ വേണ്ടി മെസ്സേജ് ചെയ്യാം. പിന്നെ പൊട്ടിക്കാൻ നിൽക്കരുതേ. പൊട്ടിക്കില്ല. വേറെന്താ വേണ്ടെന്ന് പറഞ്ഞോ, അതും കൂടി അയക്കാം കേട്ടോ. ദിനുവേട്ടാ, ഇന്ന് കുറിന്റെ പൈസ കൊടുക്കാനാണേ, മറക്കരുത്. ഇല്ലടാ, മറന്നിട്ടില്ല, ഞാൻ തരാം. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ഒരു 5000 രൂപ എന്റെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണേ. അവള് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പൈസ സെൻഡ് ചെയ്യാൻ വേണ്ടിട്ട്. ഇനിയിപ്പോ ഒരു 5 മാസം കൂടിയേ ഉള്ളൂ, അത് കഴിഞ്ഞാ കുറി കഴിയും. പിന്നെ ഒരു 3 ലക്ഷം രൂപ കയ്യിലെത്തും. അത് ശരിയാ. നീ ഇങ്ങനെ ഓരോ മാസം 5000 വെച്ച് വാങ്ങുന്നോണ്ടേ ആ പൈസ അവിടെ സേഫ് ആയിട്ടുണ്ട്. നീ പറഞ്ഞ 5 മാസത്തെ കുറി തീരുന്നല്ലേ. ഒരു കാര്യം ചെയ്, അത് കഴിഞ്ഞിട്ടേ എന്റെ പേരിലും കൂടി കുറി അവിടെ തുടങ്ങിക്കും. ഏട്ടന്റെ പേരിൽ കുറി തുടങ്ങാനോ? അതിനേക്കാളും നല്ല വേറൊരു ഐഡിയ ഉണ്ട്. 2 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ ബിന്ദു ഇല്ലേ, അവരൊരു 10,000-ന്റെ കുറി തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ വരുമാനം കുറവായതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചേ. അപ്പൊ നമ്മളെ രണ്ടാളെ പേരിലും 5000-5000 തുടങ്ങുന്നേക്കാൾ എത്രയോ നല്ലതല്ലേ ഞാൻ ഈ കുറിയിൽ ചെയ്യണത്. എന്റെ പേരിൽ മതി. അല്ലെങ്കിൽ വെറുതെ എന്തിനാ പെണ്ണുങ്ങളെ കണ്ടിട്ടാൻ വേണ്ടി, നമുക്ക് എത്രയോ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നീ നിന്റെ പേരിൽ തന്നെ തുടങ്ങിക്കോ. എന്തായാലും നമ്മുടെ ലൈഫിൽ ഒരു സേവിങ്സിന് വേണ്ടിയിട്ടല്ലേ, അത് നല്ല കാര്യം. പൈസനെ കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ എങ്ങനെയും അറേഞ്ച് ചെയ്തിട്ട് തരാം. പിന്നെ നമ്മൾ കുറച്ച് ചെലവ് ചുരുക്കണം, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെയാണെങ്കിലേ ഈ കുറി കിട്ടുമ്പോ ആ പൈസ എന്റെ പേരിൽ ലെഫ്റ്റ് ചെയ്ത തൊടേ വേണ്ടത്. പിന്നെ പിള്ളേർക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും, അതിനു വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാം. സത്യം പറഞ്ഞ ഇതാണ് എന്റെ ഏറ്റവും വലിയ സമാധാനം. ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ ചെലവായി പോകും. ഇപ്പൊ നിന്റെ കയ്യിലും അത് അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഭാര്യമാര്. അതെ, നമ്മുടെ ഷീനന്റെ എൻഗേജ്മെന്റ് ഉള്ളതല്ലേ, എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം, ഒന്ന് പോയാലോ? ഞാനിത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചതാ. എനിക്കൊരു 3-4 ഷർട്ട് എടുക്കണം. 5-8 മാസമായി നല്ലൊരു പാന്റ് ഷർട്ട് വാങ്ങിയിട്ട്. ഓഫീസിലേക്ക് എപ്പോഴും പഴയ ഡ്രസ്സ് ഇട്ടല്ലേ പോകുന്നത്. സാലറി കിട്ടുമ്പോൾ വിചാരിക്കും ഈ മാസം വാങ്ങാം. ഞാൻ വീട്ടിലത്തെ ഓരോ ചെലവുകൾ കാരണം പിന്നെ അതങ്ങോട്ട് ഒഴിവാക്കും. മാസാവസാനാണെങ്കിൽ പൈസ ഉണ്ടാവില്ല. എന്തായാലും നീ റെഡിയാവും, നമുക്കിന്ന് ചെല്ലാം. ഇങ്ങനെ കഷ്ടപ്പാടിന്റെ കണക്കൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലേ അതിന് മാത്രമേ സമയം ഉണ്ടാവും. എനിക്ക് ഡ്രസ്സ് എടുക്കുന്നുണ്ടല്ലോ എല്ലാ മാസവും. അപ്പൊ ഏട്ടനോട് പറയാറുള്ളതല്ലേ വന്ന് ഷർട്ട് എടുത്തോളാം. അപ്പൊ ഏട്ടൻ എന്താ പറയാറ്? സാറില്ലേ, അടുത്ത മാസം ആവട്ടെ എന്ന്. അതെന്റെ കുഴപ്പാ? അതെ, എന്തായാലും നമ്മൾ പോവുക, ഒരു സിനിമയും കണ്ടിട്ട് വരാം. ഇതൊക്കെ ഉണ്ടാവും നമുക്കൊരു സന്തോഷം എന്ന് പറയാം. ആയിക്കോട്ടെ, സിനിമയെങ്കിൽ സിനിമ. നീ പോയി റെഡിയാവും. ഇതെന്താ ഉണ്ടാക്കുന്നേ? റോബോട്ടോ? നോക്കട്ടെ. അതെ, തൽക്കാലം റോബോട്ടൊക്കെ എടുത്തു വെച്ചു. അച്ഛൻ സിനിമയ്ക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി റെഡി ആയിക്കോ. എന്താ എടുത്തോ, റോബോട്ടിനെ എടുത്തോ. സത്യം പറയാലോ, എന്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം ഒരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല. ആടാ, ഇന്നാ സാലറി കിട്ടിയത്. പിന്നെ പാർട്ടി തരാനുണ്ട്, നാളെ പാർട്ടി തരാം. ഓ, എന്നാ ശരി, ആയിക്കോട്ടെ. സാലറി കിട്ടിയതിന്റെ സന്തോഷത്തില് പാർട്ടി കൊടുക്കാൻ പോകണം ഫ്രണ്ട്സിന്. പിന്നെ പാർട്ടി കൊടുക്കണ്ടേ? കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും വെറും പേപ്പർ അല്ലാന്ന് ഇപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്.
കറക്റ്റ് 31-ാം തീയതി പൈസ കയ്യിലെത്തി. ഗവൺമെന്റ് ജോലി ആയതുകൊണ്ടുള്ള ഒരു ഉപകാരം നോക്കണേ. ഏട്ടനെ പോലെ വല്ല പ്രൈവറ്റ് ജോലി ആയിരുന്നെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടേനെ. 15-ാം തീയതി വരെ ഇങ്ങനെ പൈസ വരുമോ നോക്കിയിരിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണൊന്ന് സമാധാനമായത്. എന്തൊക്കെ പറഞ്ഞാലും പൈസക്ക് വേണ്ടിട്ടേ വേറൊരാളുടെ മുമ്പിൽ കൈനീട്ടാന്ന് പറഞ്ഞാൽ അതൊരുമാതിരി പരിപാടിയാണ്. ഇതിപ്പോ എനിക്ക് 4 ആളുടെ മുമ്പിൽ തലയെടുത്ത് നടക്കാലോ, ഞാനും ഒരു ജോലിക്കാരി ആയില്ലേ. പക്ഷെ ഈ പൈസ ഇനിയിപ്പൊ എങ്ങനെ സേവ് ചെയ്യുന്നുള്ളത് ആലോചിച്ചിട്ടാണ് ഒരു പിടുത്തം കിട്ടാത്തത്. അതിനിപ്പോ ഇത്രമാത്രം ആലോചിക്കാൻ എന്താണുള്ളത്? നമ്മളിപ്പോ എന്തായാലും ഒരു 10,000 രൂപേന്റെ കുറി തുടങ്ങിയിട്ടുണ്ടല്ലോ. ആ പൈസ നിന്റെ സാലറിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അടച്ചു തുടങ്ങ്. നല്ല സേവിങ്സ് ആയില്ലേ? കുറിക്കുള്ള പൈസ എന്റെ സാലറി നിന്ന് പോകാനോ? അതെന്തായാലും വേണ്ട. അതിപ്പോ നിങ്ങളുടെ സാലറി നല്ല അടച്ചോണ്ടിരിക്കണേ. അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ. ഒന്നാമത് ഞാൻ പിള്ളേരുടെ ഫ്യൂച്ചറിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച പൈസയാ. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. എന്റെ സാലറി ഞാൻ തൊടില്ല. ഈ പൈസ മുഴുവൻ ഞാൻ എന്റെ അക്കൗണ്ടില് എന്റെ മാത്രം പേരില് ബാങ്കിലിടും. കുറേ ലക്ഷങ്ങൾ അങ്ങോട്ട് കുമിഞ്ഞു കൂടുമ്പോ എനിക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതെനിക്കൊന്ന് അനുഭവിക്കണം. ഓ, ഈ തെരുവ് നായ്ക്കളെ കൊണ്ട് തോറ്റു. ഇത് അഞ്ചെട്ടാണ് അവിടെ ഓടി കളിക്കുന്നത്. മനുഷ്യന് മനസ്സമാനത്തോടെ ഓഫീസിൽ പോകാൻ പറ്റുമോ? എനിക്ക് സത്യം പറഞ്ഞാൽ ബസ് പോകാൻ തന്നെ പേടിയാ. ഇന്നലെ ഒരെണ്ണം എന്റെ പുറകെ അത്രയും ദൂരം വന്നു. ഞാനൊരു വടി എടുത്തിട്ട് നടന്നതാ. ഇന്നലെ 2 പേരെ കടിച്ചിട്ടുണ്ട് അവിടെ തെരുവ് നായ. അവര് ഹോസ്പിറ്റലിലാ. എന്തായോ അവരവസ്ഥ. എന്തായാലും നാളെ മുതലേ എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ വിട്ടു തരണേ. എനിക്ക് പേടിയാ ഒറ്റയ്ക്ക് പോവാൻ. എടാ, ഒരു ഗ്ലാസ് ചായ എടുത്തു വെക്കോ. ചായ എടുത്തു തരാനോ? അതെ, നിങ്ങളെക്കാളും ശമ്പളം വാങ്ങുന്ന ഒരാളല്ലേ ഞാന്. അപ്പൊ ആലോചിച്ചാ പോരെ എനിക്ക് എന്തുമാത്രം വർക്ക് ഓഫീസിൽ ഉണ്ടാവുന്ന. എന്നിട്ട് ഒരു ദിവസം ഒന്ന് ലീവ് കിട്ടിയിട്ടൊന്ന് മര്യാദക്കൊന്ന് സമാധാനത്തോടെ പേപ്പർ വായിച്ചിരിക്കാന്ന് പറഞ്ഞാൽ ഇനി ചായയും പലഹാരമൊക്കെ ഞാൻ മുമ്പ് കൊണ്ടുവന്ന് തരാം. നിങ്ങൾക്കും ചെയ്യാം. ഇവിടെ നിന്ന് ആജ്ഞാപിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ മൂടും കളഞ്ഞു. അവിടെ ചെന്ന് വായിക്കട്ടെ. ജോലി കിട്ടുമ്പോഴത്തേനും അവക്കൊന്നൊരു മാറ്റം. ഇതേതാ ബെൽറ്റ്? പുതിയതാ? ആ, അത് ഞാൻ ഇന്നലെ വാങ്ങിയതാ. പഴയത് പൊട്ടിപ്പോയി. എത്ര കൊടുത്തു? 500-600 കൊടുത്തോ? കണ്ടിട്ട് നല്ല വിലയുള്ളത് പോലെ. 500-600 അത് കിട്ടില്ല. 2000 കൊടുത്ത് വാങ്ങിയ സാധനം അത്. 2000 രൂപയ്ക്ക് ബെൽറ്റ് വാങ്ങാനോ? ആ, ഇതാകുമ്പോ എന്താ അറിയോ, കുറച്ചു കാലം അധികം ഉപയോഗിക്കാം. മറ്റേത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിയിട്ട് വാങ്ങാൻ മാത്രമേ നേരമുള്ളൂ. ഇവക്ക് എന്താ പറ്റിയത്? നിനക്കിതെന്ത് പറ്റി? തലവേദനിക്കുന്നുണ്ടോ? തലവേദന ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ പലതും സംഭവിക്കും. നിങ്ങൾ എന്ത് കണ്ടിട്ടാ 2000 രൂപ ബെൽറ്റ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്? അതിന് മാത്രമുള്ള പൈസ നിങ്ങളിൽ ഉണ്ട്? അതോ ഭാര്യയ്ക്ക് വരുമാനം വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ദൂർത്തടിക്കാന്ന് വിചാരിച്ചാ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ആർഭാടം കാണിക്കാനോ ദൂർത്തടിക്കാനോ വേണ്ടിട്ട് ചെയ്തതല്ല. നിനക്ക് അറിയുന്നല്ലേ, ഞാൻ 200-300 തന്നെ വാങ്ങലുള്ളത്. പിന്നെ നല്ല ഒരെണ്ണം കണ്ടപ്പോ അതങ്ങോട്ട് വാങ്ങി കുറെ കാലം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ തന്നെയാണ് അനാവശ്യ ചെലവുകളൊക്കെ കുടുംബത്തിൽ വരുന്നത്. ഇതുവരെ ഇല്ലാത്ത ശീലങ്ങളൊക്കെ തുടങ്ങുന്നതാണോ മനുഷ്യൻ സത്യം പറഞ്ഞാൽ പേടിയാവുന്നു. അതെങ്ങോട്ടാ നിങ്ങളുടെ പോക്കെന്ന് വിചാരിച്ചിട്ട്. എന്റെ കയ്യിലുള്ള പൈസ തൊടാനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അത് സേവിങ്സിന് മാത്രമായിട്ടുള്ളതാ. മനുഷ്യൻ ആകെപ്പാടെ കഷ്ടപ്പെട്ട് കിട്ടിയൊരു ജോലിയാ. നിങ്ങൾ ഇങ്ങനെ ദൂർത്തടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ സംഭവിക്കാന്ന് അറിയോ? കുടുംബത്തിലെ ചെലവും കൂടി അതും നടത്തേണ്ടി വരും. അവസാനം നമ്മൾ കഷ്ടപ്പെടുക തന്നെ. നിനക്കിപ്പോ തൊട്ട് ഈ മാറ്റം സംഭവിച്ചു തുടങ്ങിയത്? നിനക്കിപ്പോ ശമ്പളം കിട്ടാൻ തുടങ്ങിയിട്ട് 3-4 മാസമായിട്ടുള്ളൂ. ഞാൻ മാത്രം ജോലി ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ നീ 2000-ന്റെയും 3000-ന്റെയും 4000-ന്റെയും 5000-ന്റെ വരെ ചുരിദാർ എടുക്കാറുണ്ടായിരുന്നു.
അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് സന്തോഷമായിരുന്നു നീ അങ്ങനെ ഓരോന്ന് എടുക്കുന്നതിൽ. അത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വിലയുള്ള സാധനം വാങ്ങുന്നത്. അത് ഞാൻ ജോലി ചെയ്ത് കൊണ്ടിരുന്ന പൈസ കൊണ്ട്. അതിന് നീ ഇത്രമാത്രം കണക്ക് പറയണം? ഓ അങ്ങനെ. നിങ്ങൾ മാത്രം ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ പൈസന്ന് 2000-ന്റെയും 3000-ന്റെയും 4000-ന്റെയും 5000-ന്റെയും ഒക്കെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കണക്കാക്കിയാണ് നിങ്ങൾ ഈ വില കൂടിയ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം. എന്തായാലും നിങ്ങളുടെ കണക്ക് കേട്ട് നടക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഒരു കാര്യം ചെയ്തോ, എനിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനും ബാക്കി കാര്യങ്ങൾക്കും നിങ്ങൾ എത്ര രൂപ ചെലവാക്കി ആ പൈസന്റെ കണക്ക് മുഴുവൻ ഒരു പേപ്പർ എടുത്ത് എഴുതിട്ടാ ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു തരാം. എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ജോലി കിട്ടുന്നത്, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ കണക്കും കേട്ട് ജീവിക്കണ്ടേ. അപ്പൊ ഇതാണ് നീ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 9 വർഷം. ഈ 9 വർഷത്തിന്റെ ഉള്ളിൽ ഞാൻ നിന്നോട് നീ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല. എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് വേണ്ട 1000-2000 ഞാൻ കയ്യിൽ വെച്ചിട്ട് ബാക്കി മുഴുവൻ ഞാൻ നിന്നെ ഏൽപ്പിക്കരുത്. കാരണം പൈസ നിന്റെ കയ്യിലാണെങ്കിൽ അതവിടെ സേഫ് ആയിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത്രയും കാലം ഞാൻ വർക്ക് ചെയ്തിട്ട് എൻ്റെ ബാങ്ക് ബാലൻസ് ഇപ്പോഴും 0 ആയി. എല്ലാ മാസം ഞാൻ നിന്റെ പൈസ തരുമ്പോൾ അത് എൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ തന്നിട്ടില്ല, നമ്മുടെ പൈസ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളൂ. നീ ഇപ്പം എന്നോട് കണക്ക് എഴുതി തരാൻ പറഞ്ഞില്ലേ? ഞാൻ നിനക്ക് തന്ന പൈസന്റെ ഒരു കണക്ക് ഞാൻ വെച്ചിട്ടില്ല, ഇങ്ങോട്ട് വെക്കാനും പോകുന്നില്ല. ആശയിൽ എനിക്കില്ല. ഒരു കാര്യം ചെയ്, ഈ കാലത്തിന്റെ ഇടയ്ക്ക് നിനക്കറിയാലോ നീ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ചെലവാക്കിയത്. അത് നീ തന്നെ ഒന്നൊരു പേപ്പറിൽ എഴുതി നോക്ക്, നിന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിനക്ക് മനസ്സിലാവും. എന്തു പറ്റി നിനക്ക്? എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞു? കാര്യമുണ്ട്. ഇത് നോക്ക്, ഓഫീസിൽ തന്നത് ടോക്കൺ ഓഫ് ലവ്. ടോക്കൺ ഓഫ് ലവോ? എന്തിന്? നീയല്ലേ എന്നോട് പറഞ്ഞേ അടുത്ത ആഴ്ച നിങ്ങളുടെ ഓഫീസിൽ സ്റ്റാഫ് ടൂർ പോകുന്നുണ്ട്, അപ്പൊ ഇന്ന് വൈകുന്നേരം കുറെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ടേ വരുള്ളൂ എന്ന്. എന്നിട്ട് ഇതും കൊണ്ടാണോ വന്നിരിക്കുന്നത്? സ്റ്റാഫ് ടൂറൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അതിൽ ഞാനില്ല. കാരണം ഇന്ന് മുതൽ ഞാൻ അവിടുത്തെ സ്റ്റാഫ് അല്ലാന്ന്. സ്റ്റാഫ് അല്ലേ? നീ എന്ത് പൊട്ടത്തരടി പറയുന്നത്? നീ അവിടെ ജോലിയല്ലേ, പിന്നെ നീ എങ്ങനെ അവിടുത്തെ സ്റ്റാഫ് അല്ലാണ്ടായി മാറുക? അതിന് ഞാൻ അവിടുത്തെ പെർമനന്റ് എംപ്ലോയി ഒന്നും അല്ലല്ലോ, താൽക്കാലികമായിട്ട് കയറിയതല്ലേ. 3-4 വർഷത്തേക്ക് പുതിയ അപ്പോയിന്റ്മെന്റ് ഒന്നും നടക്കില്ല, ആ പോസ്റ്റ് ഫ്രീ ആയിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും വല്ല PSC ഒക്കെ എഴുതിയിട്ട് കയറുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല പോസ്റ്റ് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടാ അങ്ങനെ അവിടെ നിൽക്കുന്നവരുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ പോകുമ്പോ എന്റെ സീറ്റിൽ വേറൊരാൾ വന്നിരിക്കുന്നു. പുതിയ അപ്പോയിന്റ്മെന്റ് നടന്നതാ, പക്ഷെ അവരെന്നെ അറിയിച്ചിട്ടില്ല. എല്ലാം കരുതിക്കൂട്ടിയുള്ള പ്ലാനാണ്. എന്നാലും അവരെന്താ അങ്ങനെ ചെയ്ത്? അറ്റ്ലീസ്റ്റ് കുറച്ച് ദിവസം മുമ്പെങ്കിലും അവർക്ക് നിന്നോട് പറഞ്ഞുകൂടായിരുന്നു? കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രമാത്രം സങ്കടവും മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അപമാനമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ഇതിപ്പോ ജോലിക്ക് വേണ്ടി പോകുമ്പോഴത്തേക്കും ജോലി ഇല്ലാത്തൊരവസ്ഥ. അല്ലെങ്കിൽ ഞാനിത് അറിയിക്കുന്നുണ്ട്. എന്റെ അഹങ്കാരത്തിന് ദൈവം തന്ന ശിക്ഷയാണ്. അമ്മാതിരിയൊക്കെയല്ലേ ഞാൻ ഏട്ടനോട് ചെയ്തത്. എടോ, ജോലി എന്ന് പറഞ്ഞ ഇങ്ങനൊക്കെ തന്നെയാണ്, അതോർത്ത് നീ വിഷമിക്കാൻ നിൽക്കണ്ട. പക്ഷെ എനിക്ക് ഇതിനോട് വേറൊരു കാര്യം പറയാനുണ്ട്. ഒരു വീട്ടില് ഭർത്താവും ഭാര്യയും ജോലി ചെയ്യുമ്പോഴേ, അപ്പൊ ഭർത്താവ് വിചാരിക്കുക ഭർത്താവിനാണ് കൂടുതൽ ശമ്പളം, വലിയ പൊസിഷൻ, അതുകൊണ്ട് ഭാര്യനെ അടിമയാക്കി വെക്കാം. അതേപോലെ ഭാര്യ വിചാരിക്കുക ഭാര്യയ്ക്കാണ് ശമ്പളം കൂടുതൽ, അതുകൊണ്ട് ഭർത്താവിന്റെ മുന്നിൽ ബോസ് കളിക്കാം. ഇങ്ങനെ വിചാരിച്ചിരുന്നുണ്ടെങ്കിലേ അവിടെ ഒരു കുടുംബജീവിതം ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താണേലും അത് എന്റേത് വേറെ നിന്റേത് വേറെ എന്ന് കാണാണ്ട് നമ്മുടെ ഒന്ന് കണ്ടു നോക്കും. അപ്പോഴേ അവിടെ ഒരു നല്ല സമാധാനമുള്ള ജീവിതം ഉണ്ടാവുള്ളൂ. ഇത്രയും മാസം നീ ജോലിക്ക് പോയപ്പോഴേ നീ എന്നോട് പെരുമാറിയതുപോലെ ഇനി അങ്ങോട്ട് ഞാൻ നിന്നോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിനക്കെങ്ങനെ ഉണ്ടാവും? നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? പല കുടുംബ ബന്ധങ്ങളും തകരുന്നത് അവരുടെ പാർട്ട്നേഴ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഇങ്ങനെയുള്ള പെരുമാറ്റം കൊണ്ടാണ്. എന്തായാലും ഒരു ജോലിയല്ലേ പോയുള്ളൂ, നമുക്ക് വേറെ 100 ജോലി കണ്ടുപിടിക്കാം.
അത് വിട്ടേക്ക്, ടെൻഷൻ അടിക്കുന്നു വേണ്ട. കുറെ നേരമായില്ലേ ഇതും പിടിച്ചിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ താഴെ ചെന്നിട്ട് നല്ല ചൂട് ചായ എടുത്തിട്ട് വരാം. അപ്പൊ ഇതിന് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കാം.